ഹായ് ഓൾ, ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ സിമ്പിളായിട്ടുള്ളതും നല്ല ടേസ്റ്റി ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരു വെജിറ്റബിൾ പുലാവിൻ്റെ റെസിപ്പിയാണ്. വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കാം, എന്നാൽ ടേസ്റ്റിലൊരു കോംപ്രമൈസും ഇല്ല. പുലാവ് ഉണ്ടാക്കാനായിട്ട് എടുത്തിട്ടുള്ള പാത്രത്തിനകത്തേക്ക് 6 ടേബിൾ സ്പൂൺ ഗീ മെഷർ ചെയ്ത് ഒഴിച്ചു കൊടുക്കാം. ഇതിനകത്തേക്ക് നമ്മൾ വേറെ ഓയിലൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ഗീ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് 2 വറ്റൽമുളക് മുറിച്ചിട്ട് കൊടുക്കാം. മുളകിൻ്റെ കളറ് മാറി വരുന്നതിന് മുമ്പായിട്ട് തന്നെ 2 സവാള നൈസായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. അല്പം ഉപ്പും കൂടി ചേർത്തിട്ട് സവാള നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവാള നന്നായിട്ട് വഴന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറാണ് ഇപ്പോൾ ഞാൻ ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ഫ്രഷ് ആയിട്ട് പൊടിച്ചെടുത്തിട്ടുള്ള ഗരം മസാലപ്പൊടി ചേർക്കാം. ഫ്രഷ് ആയിട്ട് പൊടിച്ചെടുത്താൽ മാത്രമാണ് റൈസിന് നല്ല ഫ്ലേവറൊക്കെ ഉണ്ടാവുള്ളൂ. 2 സ്പൂണ് ഗരം മസാലപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത ശേഷം ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് കീറാതെ ഇട്ട് കൊടുക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 2 സ്പൂൺ ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾ പുലാവ് ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് വെജിറ്റബിൾസും ഗ്രീൻ പീസൊക്കെ എടുത്തിട്ടുണ്ട്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തേക്കുന്ന ഗ്രീൻ പീസ് ഫ്രോസൺ ആയിട്ട് വരുന്നതാണ്. നിങ്ങൾ ഡ്രൈ ആയിട്ടുള്ള ഗ്രീൻ പീസാണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒരു 50% കുക്ക് ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട്. കോളിഫ്ലവർ അടർത്തിയെടുത്ത ശേഷം ഉപ്പ് ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. ബീൻസ് ഒരു 5-6 എണ്ണം വരെ എടുക്കാം. ഇതൊക്കെ ഒരുപാട് ചെറുതായിട്ടൊന്നും കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. വലിയ 2 പൊറ്ററ്റോ കട്ട് ചെയ്തതും ഒരു വലിയ ക്യാരറ്റ് കട്ട് ചെയ്തതും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ ഇടുന്നുണ്ട്. ഗ്രീൻ പീസ് ഞാനിവിടെ 100 ഗ്രാമാണ് എടുത്തിട്ടുള്ളത്. എല്ലാ വെജിറ്റബിൾസും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തുകയോ കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ. ഒരു 2 മിനിറ്റ് നേരം വെജിറ്റബിൾസൊക്കെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് നന്നായിട്ട് കഴുകി ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുള്ള റൈസ് ചേർത്ത് കൊടുക്കാം. ബിരിയാണി അരി ഇരിപ്പുണ്ടായിരുന്നതുകൊണ്ട് ഞാനിപ്പോൾ അത് വെച്ചിട്ട് തന്നെയാണ് പുലാവ് ഉണ്ടാക്കുന്നത്. നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് വേണമെങ്കിൽ ബസ്മതി റൈസൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാക്കാം. അപ്പോൾ കുറച്ചും കൂടി നന്നായിട്ടൊക്കെ ആ ഒരു ടെക്സ്ചറിലൊക്കെ തന്നെ കിട്ടും. റെസിപ്പി ഇത് തന്നെ ഫോളോ ചെയ്തോളൂ കേട്ടോ, നല്ല റെസിപ്പിയാണിത്. വെജിറ്റബിൾസിൻ്റെ കൂടെ റൈസ് ചേർത്ത ശേഷം ഒരു 3-4 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. ഇനി അതിലേക്ക് ഒരു പിടി മല്ലിയില കട്ട് ചെയ്ത് വെച്ച് ഇട്ട് കൊടുക്കാം. മല്ലിയില ചേർത്തതിൻ്റെ നേരെ പകുതി അളവ് മാത്രം പുതിനയില കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇനി റൈസ് കുക്ക് ചെയ്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം മെഷർ ചെയ്തെടുക്കണം. ഈ ഒരു ഗ്ലാസ് ഉണ്ടല്ലോ, ഇതിനകത്ത് 3 ഗ്ലാസ് റൈസാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലേക്ക് അതിൻ്റെ ഇരട്ടി വെള്ളമാണ് ആവശ്യമുള്ളത്. 3 ഗ്ലാസ് റൈസ് എടുത്തുകൊണ്ട് 6 ഗ്ലാസ് വെള്ളം ഞാനിവിടെ എടുത്തൊഴിക്കുന്നുണ്ട്. അടുപ്പിനകത്ത് നന്നായിട്ട് വെള്ളം തിളച്ച് കിടപ്പുണ്ടായിരുന്നുകൊണ്ട് അത് തന്നെയാണ് ഇപ്പോൾ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. പുലാവിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 2 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം. 2 മിനിറ്റിന് ശേഷം തുറന്നു നോക്കുമ്പോൾ നന്നായിട്ട് വെട്ടി തിളച്ച് തുടങ്ങിയിട്ടുണ്ടാവും. ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം അടച്ച് വെച്ചിട്ട് റൈസ് കുക്കായി കിട്ടുന്ന വരെ ഇതിനൊന്നും കൂടി വേവിക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ റൈസ് കുക്ക് ചെയ്തെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അടുക്കി പിടിച്ചു പോകും. എനിക്കൊരു 20 മിനിറ്റ് കൊണ്ടാണ് റൈസ് നന്നായിട്ട് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ഗ്യാസിൻ്റെ ഫ്ലെയിമിനനുസരിച്ചും ഓരോ റൈസിൻ്റെ കുക്കിംഗ് ടൈമിനൊക്കെ അനുസരിച്ചിട്ടും ഈ ഒരു സമയത്തിലൊക്കെ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂണും കൂടി ഗീ ഞാൻ അതിൻ്റെ മേലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നേരത്തെ കട്ട് ചെയ്ത് വെച്ചതിൽ നിന്ന് ഞാൻ കുറച്ച് മല്ലിയില മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം. ഇനി വളരെ ജെൻറ്റിലായിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഗീയുടെയും മല്ലിച്ചപ്പിൻ്റെ ഒക്കെ ഫ്ലേവറൊക്കെ എല്ലായിടത്തും എത്താൻ വേണ്ടിയിട്ടാണ്. വളരെ പതിയെ നമ്മൾ ഇളക്കിയില്ല എന്നുണ്ടെങ്കിൽ റൈസ് ഓൾറെഡി കുക്ക്ഡായിട്ട് കിടക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു പോകും. അപ്പോൾ ഇതാ നമ്മുടെ പുലാവ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള സൈഡ് ഡിഷസൊക്കെ ചേർത്തിട്ട് ഇഷ്ടത്തിന് കഴിക്കാം. വെജിറ്റബിൾ പുലാവ് ആയതുകൊണ്ട് തന്നെ ഞാൻ സൈഡ് ഡിഷിൻ്റെ കൂടെ അയക്കൂറ ഫ്രൈ ചെയ്തതും കൂടി ചേർത്തിട്ടുണ്ട്. അയക്കൂറ ഫ്രൈ ചെയ്തതും സോയാബീൻ ഫ്രൈയും തൈര് നന്നായിട്ട് ചേർത്തിട്ടുള്ള ഈ ഒരു സാലഡും മാങ്ങ അച്ചാറും പപ്പടവും ഒക്കെ കൂട്ടി കഴിക്കാൻ നല്ല രസമായിരുന്നു ഈ ഒരു പുലാവ്. ഏറ്റവും അവസാനമായിട്ട് കുറച്ച് കട്ട് പൈനാപ്പിൾസും കൂടി കഴിച്ച് കഴിയുമ്പോൾ ശുഭം. അപ്പോൾ ഇതാ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത്. നമുക്കിതുപോലുള്ള അടിപൊളിയായിട്ടുള്ള റെസിപ്പീസായിട്ട് ഇനി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.